ഈ സർക്കാരിന് ഒരു ദുശകുനം കണ്ടിട്ടുണ്ട്. മേനോൻ ക്യാമറകളൊക്കെ വിളിച്ച് പലതരത്തിലുള്ള കോപ്രായങ്ങൾ സർക്കാരിന്റെ പേരിലൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ ഒരു ദുസൂചനയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗണപതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു, ചിങ്ങം 1-നോടനുബന്ധിച്ച്. എവിടെയും പ്രാർത്ഥിക്കാൻ പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ പ്രശ്നങ്ങളും തന്നെ കാലുവാരാൻ നിൽക്കുന്നവരുടെ എല്ലാം മണ്ട മറിയണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തേങ്ങ അഥവാ നാളികേരം, ആ നാളികേരം ഉട സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ഉടച്ചു. പക്ഷേ ഉടഞ്ഞില്ല. എവിടെ കാണണ്ടേ? ഇത് നോക്കിയേ. കണ്ടല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം ആ കാഴ്ച ഒരു ദുശകുനമാണ്. കാര്യങ്ങളിൽ എന്തൊക്കെയോ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അത്തരം പ്രശ്നങ്ങളിൽ എന്തൊക്കെയോ വന്നു ഭവിക്കാൻ പോകുന്നു എന്ന് ആദ്യത്തെ തേങ്ങയേറ് പൊട്ടാതെ പോയപ്പോൾ തന്നെ ഗണപതിക്കുള്ള അതൃപ്തി അത് ബോധ്യപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും രണ്ടാമതൊരു നാളികേരം കൊടുത്ത് കുറച്ചുകൂടി ശക്തിയായി എറിഞ്ഞ് അത് പൊട്ടിച്ച് സമാധാനപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ആദ്യത്തെ ആ ദുസൂചന അത് ഉള്ളിക്കിടക്കും. കാര്യം ദൈവങ്ങൾ പോലും അസംതൃപ്തരാണ്. അദ്ദേഹം പറഞ്ഞ മനസ്സുരുകി പ്രാർത്ഥിച്ച കാര്യങ്ങൾ തേങ്ങയിൽ ആവാഹിച്ച് മിഥുന സിനിമയിൽ അടിസ്വാമി തേങ്ങ എന്ന് പറയുന്നത് പോലെ അടിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? പൊട്ടാതെ പോയപ്പോ പൊടുന്നനെ അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു അസംതൃപ്തി പ്രകടമായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും മനസ്സുരുകി ആവാഹിച്ചു വെച്ചിരുന്നത് പൊട്ടാതെ താഴെ പോയപ്പോൾ അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചവരുടെ ഒന്നും തല പൊട്ടിത്തെറിക്കണ കോളില്ല, സ്വന്തം പുക കാണാനുള്ള അവസരമാണ് കണ്ടുവരുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. എന്നിരുന്നാലും ഒരെണ്ണത്തിനെ സെക്കൻഡറിയായി അവിടെ കരുതി വെച്ചിരുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് മനസ്സിനൊരു അനിഷ്ടമോ അസംതൃപ്തി ഉണ്ടായെങ്കിലും തൽക്കാലത്തേക്ക് ഇത് പൊട്ടിച്ചിട്ട് കടന്നു പോകുമ്പോൾ പൊട്ടാത്ത കാര്യം ഉള്ളിക്കിടക്കും. സ്വാഭാവികമായിട്ടും ചിലതൊക്കെ വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചില അനർത്ഥങ്ങളായിട്ടൊക്കെ കാട്ടിക്കൊടുക്കും. ആ അനർത്ഥങ്ങൾ ഇനി ഏതൊക്കെ രീതിയിൽ വരാനിരിക്കുന്നു എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം പ്രാർത്ഥനാ നിർഭരമായി ചെല്ലുമ്പോൾ അവിടെ നിന്ന് തന്നെ ഈ പണി കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം 5 ദിവസം ദൈവങ്ങൾ പോലും ഒപ്പം ഉണ്ടാകില്ല, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പോലും കടാക്ഷിക്കാത്ത സാഹചര്യമുണ്ടെന്ന് ആ ഒരു ദൃശ്യം നൽകുന്നുണ്ട്. എന്തൊക്കെ വരും വരില്ല എന്ന് കണ്ടറിയാം. കസേരയിൽ നിന്ന് പുകച്ച് ചാടിക്കാൻ വേണ്ടിയുള്ള മറു സൈഡിലുള്ള ശക്തമായിട്ടുള്ള ക്രിയകളെല്ലാം ഏറ്റു തുടങ്ങിയതാണോ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നൊക്കെ ഇനി നമുക്ക് നോക്കിക്കാണാം.